ടോയ്ലറ്റിലേക്ക് പോയി ബാത്റൂമിൽ പോയി ഒളവെടുക്കാൻ പോകുന്ന ഓൺ ദി വേ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഇട്ടിട്ട് ബെഡ്റൂമിൽ പോയി മോന്റെ ഫോൺ ഒന്ന് നോക്കി +2കാരന്റെ ചാർജിങ് 8% ചാർജ് ആയിരിക്കും. 3:30 8%. യെസ്, ഇതുവരെ സിനിമ കണ്ടിട്ട് 3:25 ഉറങ്ങിയതാ. ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് ഇപ്പൊ ചാർജിന് വെച്ചതാ. ഉമ്മ സ്വർഗത്തിലേക്ക് കൊട്ടാരം വാങ്ങാൻ പോകുമ്പോൾ മകൻ നരക സീറ്റ് റിസർവ് ചെയ്തിട്ടാണ് അവൻ കിടന്നുറങ്ങണത്. നമ്മുടെ വീടുകൾക്ക് ഇപ്പൊ 2 ദുരന്തമുണ്ട്, വിശേഷിച്ച് പണക്കാരുടെ വീടുകൾക്ക്. ഒന്നാമത്തെ ദുരന്തം ഞാൻ പറഞ്ഞത് 5 ബെഡ്റൂമും സിനിമാ തിയേറ്ററുകളായ കാല നമ്മുടെ വീടുകൾ. അതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം? ഈ ഉപ്പിയും വയസ്സായി ശയ്യാവലംബികളായ രോഗികളായാൽ ഒരുത്തൻ BDS, ഒരുത്തൻ FAMD, ഒരുത്തൻ MLT, ഒരുത്തൻ ആയുർവേദിക്, ഒരുത്തൻ MBBS, ഏകദേശം മെഡിക്കൽ കോഴ്സൊക്കെ ആയല്ലോ. കല്യാണം കഴിച്ച് ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, സൗദി, ഒമാൻ, GCCയിലെ 5 രാജ്യമായി. എല്ലാരും വിത്ത് ദെയർ വൈഫ്സ്, അവരുടെ ഭാര്യമാരൊന്നിച്ച് ഗൾഫില്. ഫോൺ വിളിച്ചപ്പം ചെറിയ മോനോട് ഉപ്പ ചോദിച്ചാടാ, ഉമ്മക്ക് തീരെ വയ്യടാ, ഭക്ഷണമൊക്കെ പുറത്തുനിന്നാ വാങ്ങല്, നീ വരുമോ ഒന്ന് കുറച്ച് ദിവസത്തേക്ക്? എനിക്കിപ്പോൾ ലീവില്ല. ഭാര്യ നാട്ടിലാണെങ്കിൽ ചെറുപ്പക്കാര് മിക്കവാറും വരും. അതിന് കാരണം പറയാല് റമദാനിലും റബീഉൽ അവ്വലും നാട്ടിൽ കൂടിയാലേ റാഹത്താവുള്ളൂ. അത് ഭാര്യ അങ്ങോട്ടേക്ക് പോയി നോക്കണം. എന്നിട്ട് എന്താ പറയല്? ടിക്കറ്റ് ഫെയർ. ആരോടാ മോനെ ഈ ഉടായിപ്പ്? ആരോടാ? എന്നാ ഭാര്യനെ അയക്കോ? ഉമ്മാക്ക് തീരെ പറ്റുന്നില്ലടോ, എണീക്കാനൊന്നും കഴിയുന്നില്ല. ഭാര്യനോട് ഞാൻ പോകുന്നോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഓള് പറയുന്നത് നിങ്ങില്ലാണ്ട് ഞാൻ എങ്ങനെയാ മിസ്സിങ്. എന്താ അതിന്റെ കാരണം എന്നറിയോ? പഠിപ്പിക്കേണ്ട കാലത്ത് പഠിപ്പിച്ചിട്ടില്ല. 6ാം ക്ലാസ്സിന് മദ്രസ ഒഴിവാക്കി, 8ാം ക്ലാസ് ആകുമ്പോ മദ്രസ ഒഴിവാക്കി, SLC +2 ഡിഗ്രി PG ഡിപ്ലോമയും സെറ്റും കുത്തി നിറച്ച് പഠിപ്പിച്ചിന്. ഇതൊന്നും വേണ്ടാന്നോ എനിക്ക് അവകാശവാദമില്ല കേട്ടോ. ഇംഗ്ലീഷിൽ ലിറ്ററേച്ചർ PG ഒക്കെ എടുത്തിട്ടാണ് ഞാൻ ഈ സംസാരിക്കണത്. ഇതൊന്നും വേണ്ടെന്നും നമുക്ക് അവകാശവാദം തന്നെ ഇല്ല. കുട്ടികൾ ഷുഡ് ബി സ്റ്റഡീഡ് വെരി വെൽ. നന്നായി പഠിക്കണം. നമ്മളെ തലമുറ അല്ല പഠിക്കണം. മറ്റ് കമ്മ്യൂണിറ്റി ഒക്കെ ഗൾഫിൽ പോകുമ്പോൾ CV-യും ബയോഡാറ്റ ഒക്കെ ഉണ്ടാവും. പക്ഷെ ഈ ഏരിയയിലുള്ള ചെറുപ്പക്കാരൊക്കെ ഗൾഫിൽ പോകുമ്പോൾ മിക്കവാറും കയ്യിലുണ്ടായാല് ഉണ്ടാ, മണ്ട, കാജ, കോലപ്പം, പുളിയച്ചാറെല്ലാം ഉണ്ടായാല് അതൊക്കെ ഒന്ന് നിർത്തിയിട്ട് നല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെയൊക്കെ വരണമെന്ന് കമ്മിറ്റിക്കാരുടെ അജണ്ടയിൽ തന്നെ ഉണ്ടായി. PSCക്ക് പരിശീലനമൊക്കെ കൊടുത്ത് ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ വരണം തന്നെയാ നമ്മുടെ ഒക്കെ അഭിപ്രായം. അപ്പോഴും മതം കാറ്റിൽ പറത്തരുത് എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. ഇല്ലെങ്കിൽ ആഖിറ നഷ്ടപ്പെടും.